പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനുമായി ധാരണയിലെത്താൻ കഴിയാത്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിയുമായി വീണ്ടും രംഗത്തെത്തി. ഇറാൻ ഒരു കരാറിന് തയ്യാറാവുകയോ അല്ലെങ്കിൽ ഉന്മൂലനം നേരിടുകയോ ചെയ്യണമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാൻ ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ എന്താണ് അവതരിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഭരണകൂടത്തെക്കുറിച്ച് തന്റെ അഭിപ്രായമാറ്റവും ട്രംപ് സൂചിപ്പിച്ചു. അവർ പല കാര്യങ്ങളിലും കൂടുതൽ ന്യായയുക്തരാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത ഒന്നാം നിരയെ അപേക്ഷിച്ച് രണ്ടാം നിര മിടുക്കരാണെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് എല്ലാ വാണിജ്യ കപ്പലുകൾക്കും തുറന്നിട്ടിരിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രസ്താവിച്ചു. എന്നാൽ ഒരു നിബന്ധനയോട് എല്ലാ കപ്പലുകളും ഇറാനിയൻ നാവികസേനയുമായി സഹകരിക്കണം. ട്രംപിന്റെ ചൈന സന്ദർശനത്തിനും ഗൾഫിലെയും ഊർജ്ജ വിതരണ പാതകളിലെയും ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന. ഇറാനിയൻ നാവികസേനയുടെ കപ്പലുകൾ പിടിച്ചെടുക്കൽ, നിരീക്ഷണം വർദ്ധിപ്പിച്ചത് തുടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ഗൾഫ് മേഖലയിലെ സൈനിക പ്രവർത്തനങ്ങൾ അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും ഇറാൻ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായി തുറന്നുകൊടുക്കുന്നതായി പ്രഖ്യാപിച്ചു. ലോകത്തിലെ മൊത്തം എണ്ണ കയറ്റുമതിയുടെയും ദ്രവീകൃത പ്രകൃതി വാതകത്തിന്റെയും ഒരു പ്രധാന ഭാഗം ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് എന്നീ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഈ വഴിയാണ് സഞ്ചരിക്കുന്നത്. ഹോർമൂസിലെ സംഘർഷങ്ങൾ ലോകമെമ്പാടുമുള്ള അസംസ്കൃത എണ്ണവിലയിൽ കുത്തനെയുള്ള വർധനവിന് കാരണമായി. അതേസമയം ഇറാൻ, തായ്വാൻ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും ലോകത്തെ രണ്ട് അതിശക്തികൾ തമ്മിലുള്ള ബന്ധം നല്ല നിലയിലാണെന്നും അത് ഇനിയും കൂടുതൽ മികച്ച നിലയിൽ മുന്നോട്ട് പോകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. തന്റെ പല വിജയങ്ങളിലും ചൈനീസ് നേതാവ് ഷീ ജിൻപിങ് തന്നെ അഭിനന്ദിച്ചതായി ട്രംപ് തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ട്രംപ് ചൈനയിലെത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് തന്നെ സഹായിക്കാമെന്ന് ഷീ തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് ട്രംപ് ഫോക്കസ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അവകാശപ്പെട്ടിരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്നും ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ഹോർമൂസ് കടക്കുന്ന യാനങ്ങൾക്ക് അധിക ചുങ്കം ഏർപ്പെടുത്താനുള്ള നീക്കത്തെ ഷീ എതിർക്കുന്നതായും ട്രംപ് പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ചൈനയ്ക്ക് താൽപര്യമുണ്ടെന്ന സൂചനയും ഷീ പങ്കുവച്ചിരുന്നതായി ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് ഇതെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈന സന്ദർശനം ലോകം അതീവ ആകാംക്ഷയോടെയാണ് വീക്ഷിക്കുന്നത്. അതോടൊപ്പം സാങ്കേതിക ലോകവും കൗതുകത്തിലാണ്. അമേരിക്കയിലെ ഏറ്റവും സ്വാധീനമുള്ള ചില ബിസിനസ് സാങ്കേതിക രംഗത്തെ പ്രമുഖരോടൊപ്പമാണ് ട്രംപ് ചൈനയിലേക്ക് എത്തിയത്. ട്രംപിനൊപ്പം യാത്ര ചെയ്തവർക്കായി ഒരു ചെറിയ വിവരച്ചോർച്ച പോലും സംഭവിക്കാത്ത വിധം സൈബർ സുരക്ഷാ കോട്ടയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഒരുക്കിയത്. ട്രംപിനൊപ്പം യാത്ര ചെയ്തവരിൽ എൻവിഡിയയുടെയും ആപ്പിളിന്റെയും തലവന്മാർ, ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും ഉടമ എലോൺ മസ്ക്, ബ്ലാക്ക് റോക്ക്, മെറ്റ, വിസ, JP മോർഗൻ, ബോയിങ് തുടങ്ങിയ കമ്പനികളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുണ്ട്. വ്യാപാരം, സാങ്കേതിക വിദ്യ, നിക്ഷേപം എന്നിവ സംബന്ധിച്ച് നിലവിലുള്ള അമേരിക്കൻ ചൈന ചർച്ചകൾക്കിടയിൽ 1 ഡസനിലധികം കോർപ്പറേറ്റ് നേതാക്കൾ പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.